നമസ്കാരം. റീഡിംഗ് തുടങ്ങുന്നതിന് മുൻപ് ഒരു ചെറിയ കാര്യം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ ബാധകമാവണമെന്നില്ല. നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ തോന്നുന്ന കാര്യങ്ങൾ മാത്രം പോസിറ്റീവായി എടുക്കുക, ബാക്കിയുള്ളവ വിട്ടുകളയുക. നിങ്ങളുടെ മനസ്സിലുള്ള ആ പ്രിയപ്പെട്ട വ്യക്തിയെ ഓർക്കുക. അവരുടെ പേര് 3 പ്രാവശ്യം മനസ്സിൽ പറയുക. ഇവിടെ 6 കാർഡിൻ്റെ ഒരു സ്പ്രെഡാണ് എടുക്കുന്നത്. നമുക്ക് ബോട്ടം കിട്ടിയിരിക്കുന്നത് ദ ഡെവിളാണ്. വീൽ ഓഫ് ഫോർച്യൂൺ, ത്രീ ഓഫ് കപ്സ്, ഏസ് ഓഫ് കപ്സ്, Queen of Pentacles, the Sun, Seven of Cups. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. ഇനി വിശദമായ റീഡിങ്ങിലോട്ട് പോകാം. ഈ റീഡിങ്ങിൽ ദ ഡെവിൾ കാർഡ് വന്നിട്ടുണ്ട്. ഈ ആകർഷണത്തിന് പിന്നിലെ കാരണം എന്താണ് എന്ന ചോദ്യത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ കാർഡ് വന്നിരിക്കുന്നത്. അതിനാൽ ഇവിടെ ദ ഡെവിൾ നൽകുന്ന സന്ദേശങ്ങൾ പ്രധാനമായും ഇവയൊക്കെയാണ്. ഈ ബന്ധത്തിൽ ഒരു സാധാരണ ആകർഷണത്തെക്കാൾ ഉപരി നിയന്ത്രിക്കാനാവാത്ത വശ്യതയുണ്ട് എന്നാണ്. പരസ്പരം കാണുമ്പോഴും ചിന്തിക്കുമ്പോഴും വലിയൊരു കാന്തിക വലയം പോലെ വലിച്ചടുപ്പിക്കുന്ന തരം തീവ്രമായ വികാരമാണ് ഇതിന് പ്രധാന കാരണം. മനസ്സിൽ നിന്ന് എളുപ്പത്തിൽ മാറ്റി നിർത്താൻ കഴിയാത്ത വിധം വ്യക്തിയെക്കുറിച്ച് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുക, ആ വ്യക്തിയോട് ഒരുതരം അഡിക്ഷൻ അല്ലെങ്കിൽ ക്രേസ് തോന്നുക എന്നിവയാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. ചില സമയങ്ങളിൽ യുക്തിക്ക് നിരക്കാത്ത വിധം അത്രമേൽ ആഴത്തിൽ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് തോന്നും. വിട്ടുപോകാൻ ആഗ്രഹിച്ചാലും വിട്ടുനിൽക്കാൻ കഴിയാത്ത തരം സങ്കീർണമായ ഒരു വൈകാരിക ബന്ധം ഇതിന് പിന്നിലുണ്ട്. തങ്ങളുടെ മനസ്സിൽ അടക്കി വച്ചിരിക്കുന്ന ആഗ്രഹങ്ങളെയും വികാരങ്ങളെയും വെളിച്ചത്ത് കൊണ്ടുവരാൻ ഈ ആകർഷണത്തിന് കഴിയുന്നു. മറ്റു കാർഡുകളായ ഏസ് ഓഫ് കപ്സ്, ദ സൺ എന്നിവയോടൊപ്പം നിൽക്കുമ്പോൾ ഈ ഡെവിൾ കാർഡ് കാണിച്ചു തരുന്നത് ഈ ആകർഷണത്തിൻ്റെ പ്രധാന കാരണം അതിതീവ്രമായ പ്രണയവും അതിശക്തമായ ഫിസിക്കൽ ഇമോഷണൽ കെമിസ്ട്രിയുമാണ് എന്നതാണ്. ഈ റീഡിങ്ങിൽ ദ സൺ, ഏസ് ഓഫ് കപ്സ് എന്നീ 2 കാർഡുകൾ ഒന്നിച്ചു വരുന്നത് വളരെ മനോഹരവും പോസിറ്റീവുമായ ഒരു സൂചനയാണ്. ഈ ആകർഷണം വെറും ഒരു ശാരീരിക ആകർഷണം മാത്രമല്ല, മനസ്സിൽ സ്നേഹം നിറഞ്ഞു കവിയുന്ന അവസ്ഥയാണ്. ഏസ് ഓഫ് കപ്സ് സൂചിപ്പിക്കുന്നത് ആ വ്യക്തിക്കും നിങ്ങളുടെ സാന്നിധ്യം ജീവിതത്തിലേക്ക് വലിയ സന്തോഷവും പോസിറ്റീവ് എനർജിയും കൊണ്ടുവരുന്നുണ്ട്. വളരെ സുതാര്യവും സത്യസന്ധവും പ്രകാശപൂർണവുമായ ഒരു ഊർജം ഈ ബന്ധത്തിലുണ്ട്. ഈ വ്യക്തിയോട് എന്തുകൊണ്ട് ഇത്രയും ആകർഷണം തോന്നുന്നു എന്ന ചോദ്യത്തിന് അവരുമായി സംസാരിക്കുമ്പോൾ ലഭിക്കുന്ന മനസ്സമാധാനവും സന്തോഷവുമാണ് ഒരു പ്രധാന കാരണം. ഉള്ളിൽ തട്ടി അനുഭവപ്പെടുന്ന ആത്മാർത്ഥമായ സ്നേഹവും അവരുടെ കൂടെ ഉണ്ടെങ്കിൽ ജീവിതം കൂടുതൽ പ്രകാശമാനമാണെന്ന തോന്നലുമാണ് ഈ ആകർഷണത്തിന് പിന്നിലെ കാരണം. ഈ റീഡിങ്ങിൽ 3 ഓഫ് കപ്സും വന്നിട്ടുണ്ട്. ഈ കാർഡ് സൂചിപ്പിക്കുന്നത് ഈ വ്യക്തിക്കൊപ്പം ആയിരിക്കുമ്പോൾ ലഭിക്കുന്ന സന്തോഷം, ചിരി, ഒന്നിച്ച് ആസ്വദിക്കുന്ന നിമിഷങ്ങൾ എന്നിവയാണ് ഈ ആകർഷണത്തിന് പ്രധാന കാരണം. നിങ്ങൾ തമ്മിലുള്ള കെമിസ്ട്രി വളരെ ലളിതവും ഒപ്പം മനസ്സിന് വലിയ സന്തോഷവും നൽകുന്നതാണ്. ഒരു പങ്കാളി എന്നതിലുപരി വളരെ അടുത്ത ഒരു നല്ല കൂട്ടുകാരനെ അല്ലെങ്കിൽ കൂട്ടുകാരിയെ പോലെ തങ്ങളുടെ മനസ്സ് തുറന്ന് സംസാരിക്കാനും പങ്കുവെക്കാനും കഴിയുന്നു എന്നതാണ് പ്രധാന പോയിന്റ്. 3 ഓഫ് കപ്സ് സൂചിപ്പിക്കുന്നത് അതായത് വെറും ഒരു പ്രണയമല്ലിത്, നല്ലൊരു സൗഹൃദവും ഒന്നിച്ച് ചിരിക്കാനും ജീവിക്കാനും സാധിക്കുന്ന ആഹ്ലാദവുമാണ് ഈ ആകർഷണത്തിൻ്റെ പ്രധാന രഹസ്യം. ഇവിടെ ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസും വന്നിട്ടുണ്ട്. ഇത് സൂചിപ്പിക്കുന്നത് ഈ വ്യക്തി നൽകുന്ന കരുതൽ, സംരക്ഷണം, മാനസികമായ ശാന്തത എന്നിവയാണ് ഈ ആകർഷണത്തിൻ്റെ കാരണം. വെറും വാക്കുകൾ കൊണ്ടല്ല,
വെറും വാക്കുകൾ കൊണ്ടുള്ള സ്നേഹം മാത്രമല്ല, മറിച്ച് പ്രായോഗികമായി കൂടെ നിൽക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്ന സ്വഭാവമാണ് ഇവർക്കുള്ളത്. വീൽ ഓഫ് ഫോർച്യൂൺ പറയുന്നത് ഈ ആകർഷണം യാദൃശ്ചികമല്ല, അത് വിധിയാൽ നിശ്ചയിക്കപ്പെട്ടതാണ്. ഈ വ്യക്തി ജീവിതത്തിലേക്ക് വന്നതോടെ ഒരു പോസിറ്റീവ് മാറ്റം അല്ലെങ്കിൽ പുതിയൊരു ഘട്ടം ആരംഭിച്ചതായി അനുഭവപ്പെടുന്നു. ശരിയായ സമയത്ത് ശരിയായ വ്യക്തിയെ കണ്ടുമുട്ടിയ അനുഭവമാണ് ഈ ആകർഷണത്തിന് പിന്നിൽ. ചുരുക്കത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റവും സമാധാനവും നൽകാൻ വിധിയാൽ നിയോഗിക്കപ്പെട്ട വ്യക്തിയാണിത്. അവർ നൽകുന്ന കരുതലും ഇത് എൻ്റെ വിധിയാണ് എന്ന് തോന്നിപ്പിക്കുന്ന പ്രത്യേക ദൈവിക ബന്ധവുമാണ് ഈ ആകർഷണത്തിന് പിന്നിലെ പ്രധാന കാരണം. ഇതാണ് കാർഡുകളിലൂടെ പ്രപഞ്ചം നൽകിയ ഗൈഡൻസ്. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പ്രപഞ്ചത്തിനും നിങ്ങൾക്കും നന്ദി. നമസ്കാരം.